ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കാനായി നറുക്കെടുപ്പെന്ന് ഉഷപൂജയ്ക്ക് ശേഷമാണ് നറുക്കെടുപ്പ്. ശബരിമല മേൽശാന്തി നറുക്കെടുപ്പിനായി 14 പേരും മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പിനായി 13 പേരുമാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. സുതാര്യത ഉറപ്പാക്കാനായി ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖ പ്രകാരമാണ് നറുക്കെടുപ്പ്. MG പ്രതീഷാണ് സന്നിധാനത്ത് നിന്ന് ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. നറുക്കെടുപ്പ് എപ്പോഴാണ് നടക്കുക? ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ നറുക്കെടുപ്പ് നടക്കുക. ക്രിസ്റ്റീന, തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്നലെ വൈകിട്ടാണ് തുറന്നത്. ഇന്ന് ഉഷപൂജയ്ക്ക് ശേഷം മേൽശാന്തി നറുക്കെടുപ്പാണ് ശബരിമലയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ്. രാവിലെ 7:30യോടുകൂടി ഉഷപൂജയ്ക്ക് ശേഷമായിരിക്കും മേൽശാന്തി നറുക്കെടുപ്പ് നടക്കുക. ആദ്യം ശബരിമല മേൽശാന്തി നറുക്കെടുപ്പായിരിക്കും, അതിനുശേഷമാണ് മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പ് നടക്കുക. 14 പേരാണ് ഈ ശബരിമല മേൽശാന്തിമാരുടെ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. മാളികപ്പുറം മേൽശാന്തിമാരുടെ പട്ടികയിൽ 13 പേരുമുണ്ട്. ഹൈക്കോടതിയുടെ പ്രത്യേക നിരീക്ഷണ പ്രകാരമായിരിക്കും ഈ നറുക്കെടുപ്പ് നടത്തുന്നത്. പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധികളായ കശ്യപ് വർമ്മയും മൈഥിലി വർമ്മയും ചേർന്നാണ് ഈ നറുക്കെടുപ്പ് നടത്തുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ ഈ വെള്ളിക്കുടങ്ങൾ ഈ സോപാനത്തിൽ എത്തിച്ച് അതിലാണ് ഈ നറുക്കെടുപ്പ് നടത്തുന്നത്. 14 പേരുടെ മേൽശാന്തിമാരുടെ 14 പേരുകൾ രേഖപ്പെടുത്തിയ ഒരു കുടം, ഒപ്പം മറ്റൊരു കുടത്തിൽ ഈ 13 ബ്ലാങ്ക് പേപ്പറും ഒരു പേപ്പറിൽ മേൽശാന്തി എന്ന് രേഖപ്പെടുത്തുകയും ചെയ്യും. ഈ നറുക്കെടുക്കുന്ന സമയത്ത് ഒരു കുടത്തിൽ നിന്ന് ഒരു മേൽശാന്തിയുടെ പേര് നറുക്കെടുക്കുമ്പോൾ മറ്റേ കുടത്തിൽ നിന്ന് മേൽശാന്തി എന്നുള്ള അതേ കടലാസ് എപ്പോൾ വരുന്നു അപ്പോൾ ആ വ്യക്തിയായിരിക്കും ശബരിമല മേൽശാന്തിയായി നിയോഗിക്കുക. ഈ വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം മുതൽ വരുന്ന ഒരു വർഷത്തേക്കാണ് മേൽശാന്തി നിയമനം. ഹൈക്കോടതിയുടെ നിർദ്ദേശം, കൃത്യമായൊരു മാർഗരേഖ ഇക്കാര്യത്തിൽ നേരത്തെ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണർ, ഹൈക്കോടതി നിരീക്ഷകൻ, ഒപ്പം ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരെ മാത്രമായിരിക്കും ആ ഘട്ടത്തിൽ സോപാനത്തിനുള്ളിൽ പ്രവേശിപ്പിക്കുക. എന്തായാലും സുതാര്യമായിരിക്കും ശബരിമല മേൽശാന്തി നറുക്കെടുപ്പ് എന്നതാണ് ദേവസ്വം ബോർഡും അറിയിച്ചിരിക്കുന്ന കാര്യം. ഇന്നലെ 4 മണിക്ക് ശബരിമല നട തുറന്നത് മുതൽ വലിയ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് 50,000 തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂ വഴി ശബരിമല ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ളത്. ഈ 2 ദിവസം രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ ശബരിമലയിലുണ്ട്. അതിന്റെ കൂടി ഭാഗമായാണ് ഈ ആദ്യ ദിവസങ്ങളിൽ തന്നെ വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. സന്നിധാനത്ത് നിന്ന് MG പ്രതീഷാണ് വിശദാംശങ്ങളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.